لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، وعن طارق بن أشيم رضي الله عنه قال: كان الرجل إذا أسلم علمه النبي صلى الله عليه وسلم الصلاة ثم أمره أن يدعو بهؤلاء الكلمات: اللهم اغفر لي وارحمني واهدني وعافني وارزقني. رواه مسلم. وفي رواية له عن طارق أنه سمع النبي صلى الله عليه وسلم وأتاه رجل فقال: يا رسول الله، كيف أقول حين أسأل ربي؟ قال: قل اللهم اغفر لي وارحمني وعافني وارزقني، فإن هؤلاء تجمع لك دنياك وآخرتك. പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദു സാലിഹീനിൽ ദുആഇൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അധ്യായത്തിലാണ് നമ്മളുള്ളത്. മഹാനായ സഹാബി ത്വാരിഖ് ബിൻ അശിയം റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയാണ്: കാനർ റജുലു ഇദാ അസ്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ഒരാൾ മുസ്ലിമായാൽ, ഒരു വ്യക്തി ഇദാ അസ്ലമ, അയാൾ മുസ്ലിമായാൽ, അല്ലമഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അസ്വലാത്ത, നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കും. സുമ്മ അമറഹു, പിന്നീട് നബിതങ്ങൾ ആ മനുഷ്യനോട്, അദ്ദേഹത്തോട് കൽപ്പിക്കാറുണ്ട്, അൻ യദ്ഉവ, പ്രാർത്ഥിക്കുവാൻ, ബിഹാഉലാഇൽ കലിമാതി, താഴെ പറയുന്ന ഈ കലിമാത്തുകൾ കൊണ്ട്, ഈ വാചകങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കാറുമുണ്ട്. ഏതായിരുന്നു ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വആഫിനി വർസുഖ്നി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഗ്ഫിർലി, നീ എനിക്ക് പൊറുത്തു തരണമേ, വർഹംനി, നീ എന്നോട് കരുണ ചെയ്യണേ, വഹ്ദിനി, നീ എനിക്ക് നേർമാർഗത്തിലേക്ക് വഴി നടത്തണേ, എന്നെ നേർവഴിയിലാക്കണേ, വആഫിനി, നീ എനിക്ക് സൗഖ്യം നൽകണേ, വർസുഖ്നി, നീ എനിക്ക് റിസ്ഖ് നൽകണേ, ഉപജീവനം നൽകണേ. ഈ പ്രാർത്ഥനയും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ ഇപ്രകാരമാണുള്ളത്. ഇതേ ത്വാരിഖ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നുണ്ട്, അന്നഹു സമിഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കേട്ടു. എപ്പോൾ? വ അതാഹു റജുലുൻ, നബിതങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നപ്പോൾ, ഫഖാല, ആ വ്യക്തി നബിതങ്ങളോട് എന്താണ് ആവശ്യപ്പെട്ടത്? യാ റസൂലല്ലാഹ്, അത് മറ്റൊരു സന്ദർഭമാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, കൈഫ അഖൂലു, ഞാൻ എപ്രകാരമാണ് പറയേണ്ടത്? ഹീന അസ്അലു റബ്ബി, എൻ്റെ രക്ഷിതാവിനോട് ഞാൻ ദുആ ചെയ്യുമ്പോൾ, ചോദിക്കുമ്പോൾ ഞാൻ എപ്രകാരമാണ് ചോദിക്കേണ്ടത്? എന്താണ് പറയേണ്ടത്? അപ്പം ഖാല, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു കൊടുത്തു, ഖുൽ, നീ പ്രകാരം പറയുക, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി. ഇതിൽ വഹ്ദിനി എന്ന വാക്ക് ഇല്ല, മറ്റ് 4 വാക്കുകളും ഇതിലുണ്ട്.
എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫഇന്ന ഹഉലാഇ, തീർച്ചയായും ഈ വാക്കുകളൊക്കെ, ഈ കാര്യങ്ങളെല്ലാം, തജ്മഉ ലക, താങ്കൾക്ക് ഒരുമിച്ച് കൂട്ടിത്തരും. എന്തിനെയൊക്കെ? ദുന്യാക, താങ്കളുടെ ഇഹലോകത്തെയും, ആഖിറതക, താങ്കളുടെ പരലോകത്തെയും. നമുക്ക് ദുന്യാവും ആഖിറൊക്കെ കിട്ടുന്ന പ്രാർത്ഥനയാണിത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തു. ഈ രണ്ട് ഹദീസും ഉദ്ധരിച്ചിട്ടുള്ളത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഇത് കേട്ട സഹാബി താരിഖ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ്. രണ്ട് സന്ദർഭത്തിലും ഈ ഹദീസ് കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള വ്യക്തിയും മഹാനായ ഇതേ സഹാബി തന്നെയാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് നോക്കാം. എന്താണ് അദ്ദേഹം പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവെന്തായിരുന്നു? അവിടുന്ന് ആരെങ്കിലും മുസ്ലിമായാൽ അദ്ദേഹത്തിന് ആദ്യം പഠിപ്പിച്ചു കൊടുക്കും. എന്ത്? നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കും. നമുക്കറിയാം, ഇസ്ലാം കാര്യങ്ങൾ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് 5 പില്ലറുകളിന്മേലാണ്, 5 തൂണുകളിലായിക്കൊണ്ടാണ്. ഒന്ന് ഷഹാദത്ത് കലിമകളാണ്. അതിലൂടെയാണല്ലോ, അത് മനസ്സറിഞ്ഞ് മൊഴിഞ്ഞ് പറയുന്നതിലൂടെയാണല്ലോ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. പിന്നെ അയാൾക്ക് ഉടനെ നിർബന്ധമാകുന്ന സംഗതി എന്താണ്? 5 നേരം പിന്നെ അയാൾ നിസ്കരിക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സദസ്സിൽ വെച്ച് ആരെങ്കിലും, അവിടുത്തെ മുമ്പിൽ വെച്ച് ആരെങ്കിലും മുസ്ലിമായാൽ അള്ളാഹിൻ്റെ റസൂൽ പിന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. എന്താണ്? നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ നിസ്കാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ ഇന്ന് ഷർത്ത്, ഫർള്, സുന്നത്ത് എന്നൊക്കെ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ ഒരു നമസ്കാരം സ്വീകാര്യയോഗ്യമായി തീരാൻ ആവശ്യമായ എന്തെന്ത് ഉപദേശ നിർദ്ദേശങ്ങൾ ഒരാൾക്ക് നൽകാനുണ്ടോ അതൊക്കെ അവിടുന്ന് നൽകും. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട് നിസ്കാരത്തിന് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം പ്രാധാന്യമുണ്ട് നമസ്കാരത്തിന്. ആ 5 നേരത്തെ നമസ്കാരം നിലനിർത്തുന്ന വിഷയം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നത്, അത് പ്രവാചകൻ നിർവഹിച്ചതുപോലെ തന്നെ നിർവഹിക്കുവാനുള്ള കണിശത പാലിക്കുന്നത് ഒക്കെ പ്രധാനമാണ്. സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി എന്നാണല്ലോ അവിടുന്ന് നമ്മെ അറിയിച്ചത്. ഞാൻ ഏത് രൂപത്തിൽ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതേപോലെ നിങ്ങൾ നമസ്കരിക്കുവീൻ. ഇത് അള്ളാഹിൻ്റെ റസൂല് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളോട് പറഞ്ഞതല്ലല്ലോ, അത് സഹാബത്തിനോട് പറഞ്ഞതാണ്. നബിതങ്ങൾ ജനങ്ങൾ കാണെ ഉയരമുള്ള സ്ഥലത്ത് വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. 5 നേരത്തെ നിസ്കാരവും ജിബ്രീൽ വന്ന് കാണിച്ചു കൊടുത്തിട്ട് റസൂലുള്ള സഹാബാക്കൾ കാണെ നിസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് പറഞ്ഞത്, ഞാൻ ഏത് രൂപത്തിൽ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതേപോലെ നിങ്ങളും നമസ്കരിക്കുകയെന്ന്. അപ്പം ആ വിധത്തിൽ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. ആ നിസ്കാരം സഹാബത്ത് കണ്ടു, കേട്ടു, അവർ പിൽക്കാല തലമുറയിലേക്ക് കൈമാറി. അങ്ങനെ കൈമാറി കിട്ടിയതാണ് പ്രവാചകന്റെ നമസ്കാരം. തക്ബീർ മുതൽ സലാം വീട്ടുന്നത് വരെ എപ്രകാരമാണ് അവിടുന്ന് നിസ്കരിച്ചത്, അതിൻ്റെ ദുആകൾ നിർവഹിച്ചത്, പാരായണം ചെയ്തത്, ദിക്റുകൾ ചൊല്ലിയത് എന്നൊക്കെയുള്ള കണിശവും വ്യക്തവും സ്പഷ്ടവുമായ നിയമങ്ങൾ പ്രമാണങ്ങളിലുണ്ട്. അപ്പം അത് നമ്മൾ പഠിക്കണം. നമ്മൾ പഠിക്കാതെ, അറിവില്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ നമസ്കരിച്ചാൽ ആ നമസ്കാരം സ്വീകാര്യയോഗ്യമാവുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ റസൂൽ ഇവിടെ കണ്ടോ, ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആദ്യം നിർബന്ധമാകുന്നത് 5 നേരത്തെ നിസ്കാരമാണ്. അപ്പം ആ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. എന്നിട്ട് എന്തു ചെയ്യും? സുമ്മ അമറഹു, പിന്നീട് നബി തങ്ങൾ ആ വ്യക്തിയോട് കൽപ്പിച്ചിരുന്നു, അന്യദുഅ ബിഹാഉലാഇൽ കലിമാത്ത്, താഴെ പറയുന്ന വാക്കുകൾ കൊണ്ട് ദുആ ചെയ്യാൻ. ഈ ദുആ നമുക്കൊക്കെ അറിയുന്ന ദുആയാണ്. കാരണം വേറൊരു സന്ദർഭത്തിൽ നബി തങ്ങൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. അതെപ്പോഴാ? 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ, 2 സുജൂദുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വഅഫിനി വർസുഖ്നി, വേറെ വ്യത്യസ്തമായ നിലക്ക് വജ്ബുർനി വർഫഅനി തുടങ്ങിയിട്ടുള്ള രൂപത്തിലുള്ള പ്രാർത്ഥനകളും ആ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതും ആ സമയത്ത് നമ്മൾ ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഏത് സമയത്തും നമുക്ക് പറയാവുന്ന ഒരു ദിക്റാണ്, ഒരു ദുആയാണിത്. 5 കാര്യങ്ങൾ ഇതിൽ ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ആദ്യത്തെ തന്നെ ചോദ്യം, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ. ഒരു വിശ്വാസി ഏറ്റവും കൊതിക്കുന്നത് എന്താണ്? മഗ്ഫിറത്താണ്, അതിലൂടെ ജന്നത്താണ്.
മഗ്ഫിറത്ത് കിട്ടിയാലേ ജന്നത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയുള്ളൂ, സ്വർഗത്തിൽ. അപ്പം അതുകൊണ്ട് മഗ്ഫിറത്താണ് ആദ്യം കിട്ടേണ്ടത്. എന്താ മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ? 2 കാര്യങ്ങൾ അതിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ അത് മാലോകരറിയാതെ മറച്ചു വെക്കണം, പിന്നെ അത് പൊറുക്കും വേണം എന്നാണ്. 2 കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന് സത്തർ, പാപങ്ങൾ മറച്ചു വെക്കണം, ദുന്യാവിലും അത് വെളിച്ചത്ത് കൊണ്ടുവരരുത്, നാളെ പരലോകത്ത് ജനകോടികളുടെ മുമ്പിലും അത് വെളിച്ചത്ത് കൊണ്ടുവന്ന് അപമാനത്തിലാക്കരുത്. അള്ളാഹുവേ, എന്നിൽ വന്നു പോയ പാപങ്ങൾ നീ മറച്ചു വെക്കണം. അള്ളാഹു മഗ്ഫിർലി എന്ന് പറയുമ്പോൾ ഈ 2 അർത്ഥവും നമ്മളെ മനസ്സിൽ വരണം. റബ്ബേ, എൻ്റെ പാപങ്ങളൊന്നും മാലോകരറിയാതെ 2 ലോകത്തും നീ മൂടി വെക്കണം, പിന്നെയോ അത് നീ മായ്ച്ചു കളഞ്ഞ് പുറത്തു തരണം. അത് മുഖേന നീ എന്നെ ശിക്ഷിക്കരുത്, നീ എൻ്റെ പാപങ്ങൾ പുറത്തു തരണം. വിട്ടുവീഴ്ച ചെയ്ത് തന്നിരിക്കുന്നു, ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് നീ എന്നോട് പറയുന്ന വിധത്തിൽ അതേ എൻ്റെ പാപത്തിൻ്റെ കറകൾ നീ മായ്ച്ചു കളയണം എൻ്റെ റെക്കോർഡിൽ നിന്ന്. അതേപോലെ മാലോകരറിയാതെ നീ അത് മറച്ചു വെക്കണേ. ഇപ്പം 2 അതിൽ വരുന്നുണ്ട്. പാപമോചനത്തിന് വേണ്ടിയുള്ള തേട്ടം ഇത് അള്ളാഹിനോടെ നമുക്ക് ചോദിക്കാറുള്ളൂ. കാരണം എന്താ? അള്ളാഹുവിനോടല്ലാതെ പാപമോചനത്തേട്ടം ഖുർആനിലോ ഹദീസിലോ എവിടെയില്ല. അല്ലാഹുമ്മഗ്ഫിർലീന തുടങ്ങുന്നത് അള്ളാഹുവേ എൻ്റെ പാപം പൊറുക്കണേന്ന് നേരിട്ട് അള്ളാഹിനോടാ. നമ്മുടെ നാട്ടിലെ സമസ്തായിസത്തിന്റെ മുസ്ലിയാക്കൾ പറയുന്നതോ പാപം പൊറുക്കണോ ആദ്യം നബിയോട് പറയണം, അല്ലെങ്കിൽ പാപം പൊറുക്കൂല, തൗബ സ്വീകരിക്കൂല. ഏതാ വേണ്ടതെങ്കിൽ എൻ്റെ ശ്രോതാക്കൾ തീരുമാനിച്ചോളൂ. അള്ളാഹു പറയുന്നു നേർക്ക് നേരെ, അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാളോടല്ലേ, അയാളോടല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ ഈ കാര്യം പറഞ്ഞു കൊടുക്കേണ്ടത്. ഏറ്റവും ഉത്തരം കിട്ടാൻ നല്ലത് അള്ളാഹിനോട് നേരിട്ട് ചോദിക്കലല്ല, എന്നോട് ചോദിക്കലാണ്. എങ്കിൽ അള്ളാഹിന്റെ റസൂല് ഒരാൾ മുസ്ലിം ആയാൽ അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആദ്യത്തെ പ്രാർത്ഥനയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താ? അള്ളാഹുവിനോട് 5 കാര്യങ്ങൾ നേരിട്ടാണ് ചോദിക്കാനാണ്. അല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂൽ എന്താ പറയേണ്ടത്? അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചാൽ മുനാഫിക്കിന്റെ പരിപാടിയാണ്. അത് യഥാർത്ഥ മുഅ്മിനിന് ചേർന്നതല്ല. താങ്കൾ ഇപ്പോൾ ഇസ്ലാമിലേക്കാണ് കടന്നു വന്നിട്ടുള്ളൂ. അതുകൊണ്ട് താങ്കളോട് പറയുന്നു, നിങ്ങൾ അല്ലാഹുമ്മഗ്ഫിർലി എന്ന് പറയരുത്. അള്ളാഹിനോട് ചോദിക്കാൻ നിങ്ങൾക്ക് അധികാരമല്ല, എന്നോട് ചോദിക്കണം. അപ്പം ആദ്യം നിങ്ങൾ എന്നോടാണ് പറയേണ്ടത്, അള്ളാഹു പ്രവാചകരെ പാപം പുറത്തു തരണേ, എന്നിട്ട് അള്ളാഹിനോട് പറയണം. ഇങ്ങനെയാണോ അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തത്? ഒരിക്കലും അല്ലല്ലോ. എന്ത് പറ്റി നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കൾക്ക്? അവർ സമൂഹത്തോട് പറയുന്നത് പാപം പൊറുക്കണമെങ്കിൽ നബിതങ്ങളോട് പറഞ്ഞാലല്ലാതെ, എന്നിട്ട് നബിതങ്ങൾ അള്ളാഹിനോട് പറഞ്ഞാലല്ലാതെ പാപം പൊറുക്കുകയില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുന്നു, എഴുതുന്നു. ഇത്തരം അപകടകരമായ വാദങ്ങൾ ഉന്നയിക്കുന്ന സമസ്ത മതത്തിൻ്റെ അപകടത്തിൽ നിന്ന് അള്ളാഹു ഈ സമുദായത്തെ കാത്ത് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നിവൃത്തിയുള്ളൂ. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇവിടെ സന്ദർഭം എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ. സഹാബിയ പറയുന്നത്, അള്ളാഹിന്റെ റസൂൽ ഒരാൾ മുസ്ലിം ആയാൽ അയാൾക്ക് ആദ്യം നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കും, പിന്നെ ഈ ദുആ പഠിപ്പിച്ചു കൊടുക്കാന്ന്. അത് അള്ളാഹിനോട് മാത്രാണ്, അതും പാപമോചനം. അല്ലാഹുമ്മഗ്ഫിർലി. അപ്പൊ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ പാപങ്ങൾ വരും. ഏത് വ്യക്തിയിൽ നിന്നും സംഭവിക്കും. അതങ്ങനെയാണ്. മഹാരഥന്മാരായ പ്രവാചകന്മാർക്ക് പാപങ്ങൾ വരാതെ റബ്ബിന്റെ കാവലുണ്ട്. മലക്കുകൾക്കാണെങ്കിൽ പാപം ചെയ്യാൻ പ്രകൃതിപരമായി തന്നെ കഴിവുമില്ല. എന്നാൽ മനുഷ്യരായ സാധാരണക്കാരായ നമ്മൾ അങ്ങനെയല്ല. എല്ലാവരിൽ നിന്നും അബദ്ധങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും. അബദ്ധങ്ങൾ വരുമ്പോഴൊക്കെ റബ്ബിനോട് മഗ്ഫിറത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇതാ ഇസ്ലാമിന്റെ നിയമം. അത് റബ്ബിനോടെ ചോദിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരുണ്ടടോ പാപം പൊറുക്കാൻ എന്ന് അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. എൻ്റെ അർത്ഥം എന്താ? അല്ലാഹ് അല്ലാതെ ആരും പാപം പൊറുക്കാനില്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം തന്നെ എന്താണ്? അല്ലാഹുമ്മഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരണേ. ഒരു കാഫിർ മുസ്ലിമായാൽ തന്നെ അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങളൊക്കെ പോയി. ആലോചിച്ച് നോക്കണം. ഈ സന്ദർഭം നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കണം. ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അയാൾക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തിട്ട് പിന്നെ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണിത്. ഒരു കാഫിർ ഇസ്ലാമിലേക്ക് എന്ത് തെറ്റുകൾ ചെയ്ത വ്യക്തിയാവട്ടെ, അവിശ്വാസിയാവട്ടെ, ബഹുദൈവാരാധകനായിരുന്ന വ്യക്തിയാവട്ടെ, ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അയാളുടെ പാപങ്ങളൊക്കെ പൊറുത്തു എന്നാണ് ഇസ്ലാം പറയുന്നത്.
അത് അല്ലാഹ് പറഞ്ഞതാണ്. ഖുല്ലില്ലദീന കഫറു ഇൻ യൻതഹു യുഗ്ഫർ ലഹും മാ ഖദ് സലഫ. സൂറത്തുൽ അൻഫാലിലെ 38-ാമത്തെ ആയത്തിൽ അല്ലാഹ് വ്യക്തമായി പറയുന്നുണ്ട്, ഓ നബിയേ, നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ, അവിശ്വാസികളോട് പറഞ്ഞു കൊടുക്കൂ, നിങ്ങൾ എന്ത് അവിശ്വാസത്തിൽ ജീവിച്ചവരായിരുന്നാലും അവരവരുടെ കുഫറിൽ നിന്ന് വിട്ട് ആ ശിർക്കും കുഫറുമൊക്കെ അവസാനിപ്പിക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ യുഗ്ഫർ ലഹും മാ ഖദ് സലഫ, അവരുടെ മുൻകാല ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എന്ത് പാപങ്ങൾ ഉണ്ടെങ്കിലും അത് മുഴുവനും പുറത്തു കൊടുക്കപ്പെടുന്നതാണ്. അതറിയാത്ത ആളല്ലല്ലോ അള്ളാഹിൻ്റെ റസൂല്. എന്നിട്ടും ഈ ഇസ്ലാമായിട്ട് കടന്നു വന്ന വ്യക്തിക്ക് പിന്നെയും പറഞ്ഞു കൊടുക്കണതിനാ, മനുഷ്യ സഹജാണ്, പാപങ്ങൾ പിന്നെയും സംഭവിക്കും. അത് മരണം വരെ മനുഷ്യൻ തേടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ആ സഹാബിയോട്, അതേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിത്വത്തോട് പോലും ആദ്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മനുഷ്യരുടെ ജീവിതത്തിൽ നിരന്തരം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. പാപത്തിന്റെ കറപുരളാത്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഓരോ ദിവസത്തിലും 70, ചില റിപ്പോർട്ട് അനുസരിച്ച് 100 തവണ റബ്ബിനോട് ഇങ്ങനെ ഇഗ്ഫിർലി, റബ്ബേ പുറത്തു തരണേ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അതൊരു വലിയ സൽക്കർമാണ് പാപമോചന തേട്ടം. അപ്പോൾ റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്ത ഈ ദുആയിൽ ഒന്നാമത്തെ തേട്ടം തന്നെ എന്തിനു വേണ്ടിയാണ്? പാപമോചന തേട്ടമാണ്. അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ. രണ്ടാമത്തെ വാചകം വറഹംനീ, നീ എന്നോട് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. റഹ്മത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറയുന്നത് വിശാലമായ റഹ്മത്താണ്. ആ റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും തടഞ്ഞാൽ അത് കൊടുക്കാൻ ഒരാൾക്കും കഴിയൂല. റബ്ബ് മുടക്കാൻ വിചാരിച്ചത് തരാനോ, റബ്ബ് നമുക്ക് വേണ്ടെന്ന് വിധിച്ചത് നടപ്പിൽ വരുത്താനോ ഒരാളെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് റബ്ബിനോട് തന്നെ നമ്മൾ മനമുരുകി തേടുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി, പുറത്തു തരണേ അല്ലാഹ്, വർഹംനീ, നീ എന്നോട് കരുണ ചെയ്യണേ, കാരുണ്യം കാണിക്കണം, എന്നെ ശിക്ഷിക്കരുത് റബ്ബേ, പാപങ്ങളൊക്കെ പുറത്തു തരണം, അതോടൊപ്പം എന്ത് ചെയ്യരുത്, നീ എന്നെ ശിക്ഷിക്കരുതേ, സ്വർഗം തരണേ. അതൊക്കെ റഹ്മത്തല്ലേ? അല്ലാഹുവിൻ്റെ എന്തെല്ലാം റഹ്മത്തുകളുണ്ട്, അതൊക്കെ മൊത്തത്തിൽ അതൊക്കെ ഉൾപ്പെടുന്ന പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ ചോദ്യം വഹ്ദിനീ, നീ എനിക്ക് നേർമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണേ, നേർവഴി തരണേ. നേർവഴിയിലാക്കിയ ആളും തന്നെയാണ് ഈ പ്രാർത്ഥിക്കുന്നത്. ഒരാൾ നേർവഴിയിലായിട്ടുണ്ടല്ലോ, മുസ്ലിമായ വ്യക്തി തന്നെയല്ലേ ഇത് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എപ്പോഴും തെറ്റിപ്പോകാം. നേർവഴിയിൽ നിന്ന് തെറ്റിപ്പോകൽ എളുപ്പമാണ്, അത് വളരെ പെട്ടെന്ന് സംഭവിക്കും. രാവിലെ മുസ്ലിമായ വ്യക്തി വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫറാകുന്നുണ്ട്. അത്രത്തോളം ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് ഫിത്നകളും ഫസാദുകളും നിരീശ്വര നിർമ്മതവാദികളുടെ പലവിധത്തിലുള്ള ഫിത്നകളും അതുപോലെയുള്ള 100 കൂട്ടം ഫിത്നകളാൽ നിറഞ്ഞു കിടക്കുന്നൊരു ലോകത്ത് ജീവിക്കുമ്പോൾ അള്ളാന്റെ പ്രത്യേകമായ കാവലിങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ താങ്കൾ അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിക്കല്ലേ. ബഅദ ഇദ് ഹദൈതനാ, നീ ഞങ്ങളെ സന്മാർഗത്തിലാക്കിയതിൻ്റെ ശേഷം നീ ഞങ്ങളെ വീണ്ടും തെറ്റിക്കല്ലേ എന്നിങ്ങനെ പ്രാർത്ഥിപ്പിക്കുന്നു. അതുപോലെ തന്നെ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, സബ്ബിത്ത് ഖൽബി അലാ ദീനിക, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ അടിയുറപ്പിച്ച് നിലനിർത്തി തരണേ. ശേഷമുള്ളൊരു പ്രാർത്ഥനയിൽ നമുക്കത് കാണാനും സാധിക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, വഹ്ദിനി, നീ എനിക്ക് ഹിദായത്ത് തരണം. ഹിദായത്ത് 2 എണ്ണമുണ്ട്. ഒന്ന് ഹിദായത്ത് ഇർഷാദാണ്, മറ്റൊന്ന് തൗഫീഖാണ്. എന്താണ് ഹിദായത്ത് ഇർഷാദ് എന്ന് പറഞ്ഞാൽ ഇതിലേക്കുള്ള നേർവഴി കാണിച്ചു തരലാണ്, അത് അറിയിച്ചു തരലാണ്. അപ്പോൾ ഇൽമ് കിട്ടലാണ്. ഇൽമ് കിട്ടിയാലാണ് ആ ഹുദ നമുക്ക് മനസ്സിലാവുക. അപ്പൊ നീ എനിക്ക് വഹ്ദിനീന്ന് ചോദിക്കുമ്പോൾ നിന്റെ നേർവഴി മനസ്സിലാക്കാനുള്ള ഇൽമ് നീ എനിക്ക് തരണം. ഇനി രണ്ടാമത്തെ കാര്യം ഹിദായത്തു തൗഫീഖാണ്. ഹിദായത്ത് കിട്ടി, ഇൽമ് കിട്ടി, പക്ഷേ
ആ ഇൽമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് കൂടി കിട്ടിയിട്ടില്ലെങ്കിൽ, ഒരുപാട് അറിവുണ്ട് പക്ഷേ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്താ പ്രയോജനം? അപ്പൊ ഹിദായത്ത് അറിവിലൂടെ കിട്ടും വേണം, അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖും വേണം. ഇത് രണ്ടും നിലനിർത്തി തരണം. തെറ്റിപ്പോകരുത്, കൂടുതലാതെ ഹിദായത്ത് കുറയരുത്. എപ്പോഴും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള കാര്യമായതുകൊണ്ടാണ് നിരന്തരം 5 നേര നിസ്കാരങ്ങളിലും 17 റക്അത്തിലും മുടങ്ങാതെ പറയുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരെ ചൊവ്വായ വഴിയിൽ നീ എന്നെ ഉറപ്പിച്ച് നിർത്തണേ, അതിൽ ചേർത്ത് അതിൽ ഉറപ്പിച്ച് നിർത്തണേ. ഇവിടെ ചോദിക്കുന്ന എന്താ? വഹ്ദിനീ, നീ അല്ലാഹുവേ നീ എനിക്ക് ഹിദായത്ത് തരണം. വഅഫിനീ, നീ എനിക്ക് സൗഖ്യം നൽകണേ, ആരോഗ്യം തരണേ. മിൻ കുല്ലി മറളിൻ നടത്തണം, എല്ലാ രോഗത്തിൽ നിന്നും നീ എനിക്ക് ആരോഗ്യം തരണം, എല്ലാ രോഗത്തിൽ നിന്നും നീ എനിക്ക് സൗഖ്യം തരണം, ആഫിയത്ത് തരണം. രോഗങ്ങൾ 2 നിലക്കുണ്ട്. ഒന്ന് ഖൽബിയായ രോഗമുണ്ട്, ഹൃദയത്തിന് ബാധിക്കുന്ന രോഗങ്ങളുണ്ട്, മനോരോഗങ്ങളുണ്ട്. അത് നമ്മുടെ ദീനിനെയും ദുന്യാവിനെയും തകർക്കുന്ന രോഗമാണ്. അള്ളാഹു പറഞ്ഞില്ലേ, ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളിൽ ഒരു തരം രോഗമുണ്ട്. മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞതാ. കാപട്യം, ശിർക്ക്, കുഫർ, ഹസദ്, കിബർ പോലെയുള്ള കുറേ രോഗങ്ങൾ ഖൽബിലുണ്ടാവും. അതിൽ നിന്നൊക്കെ നീ എനിക്ക് സൗഖ്യം തരണം. അതേപോലെ തന്നെ മറളുൻ ജിസ്മി, ശാരീരിക രോഗങ്ങളുണ്ട്. ശാരീരികമായിട്ട് മനുഷ്യന്റെ അടിമുടി ബാധിക്കാവുന്ന ഏതെല്ലാം രോഗങ്ങളുണ്ടോ, ചെറുതും വലുതുമായ എന്തെല്ലാം രോഗങ്ങളുണ്ടോ, ഏതൊക്കെ രോഗങ്ങളാണ് അള്ളാഹുവിനെ അറിയൂ. നമുക്കറിയാത്ത രോഗങ്ങളും കൊണ്ട് നടക്കുന്നുണ്ടാകും. റബ്ബേ ആഫിയത്ത് തരണേ, വആഫിനീ, ശാരീരികവും മാനസികവുമായ സർവ്വവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും എല്ലാം നീ എനിക്ക് സൗഖ്യം തരണേ. 4-മതാ ചോദിച്ചു. 5-മത്തെ ചോദ്യം എന്താ? വറുസുഖ്നീ, നീ എനിക്ക് ഉപജീവനം തരണേ അല്ലാഹ്. റിസ്ഖ് തരാൻ വേണ്ടിയാണ് അടുത്ത ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് റിസ്ഖ് നൽകുന്നത്. അവൻ നൽകിയ റിസ്ഖിൽ നിന്നാണ് നമ്മളിവിടെ ഭക്ഷണം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്. അവൻ നൽകിയ റിസ്ഖിലൂടെയാണ്, അവൻ നൽകിയ ഉപജീവന മാർഗത്തിലൂടെയാണ്, വരുമാനത്തിലൂടെയാണ് നമ്മുടെ വസ്ത്രം ഉടുക്കുന്നത്, നമ്മൾ വീട് പണിയുന്നത്, മറ്റേതെല്ലാം കാര്യങ്ങൾ നമ്മൾ നേടുന്നുണ്ടോ. നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഖൽബിനും ആവശ്യമായത് മുഴുവനും നമുക്ക് തരുന്നത് നമ്മുടെ റബ്ബാണ്. അത് തുടർന്നുകൊണ്ടും നീ തരണേ അല്ലാ. നിന്റെ ഉപജീവന മാർഗങ്ങളൊന്നും നീ എൻ്റെ മുമ്പിൽ കൊട്ടിയടക്കല്ലേ. വറുസുഖ്നീ, നീ എനിക്ക് റിസ്ഖ് തരണേ, ഉപജീവന കാര്യങ്ങൾ തരണേ. അള്ളാഹിനോട് 5 കാര്യങ്ങൾ ചോദിച്ചു. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വആഫിനി വർസുഖ്നി. 5 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചോദിച്ചു. വളരെ പ്രധാനമാണിത്. എപ്പോഴും പറയാം, എപ്പോഴും ചോദിക്കാം, എപ്പോഴും ചോദിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. മനുഷ്യരായ നമുക്കൊരു കുഴപ്പമുണ്ട്. 5 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ചോദിക്കുന്ന 5 കാര്യങ്ങളിൽ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഒന്നും ചെയ്യാതെ പോകുന്നു. ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഒന്നും ചെയ്യാതെ പോകുന്നു. ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടാനും അവൻ്റെ റഹ്മത്ത് കിട്ടാനും അവൻ്റെ ഹിദായത്ത് കിട്ടാനും ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും ഒന്നും ചെയ്യൂല. അതേ അവസരത്തിൽ ശേഷം ചോദിച്ച കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുന്നുണ്ട്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് ഇപ്പം 5 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരേ ശ്വാസത്തിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ റിസ്ഖ് തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കാറില്ല. നമ്മൾ ജോലിക്ക് പോകും, ഡ്യൂട്ടി ചെയ്യും, ഓവർ ടൈം പോലും വർക്ക് ചെയ്ത് നമ്മൾ സമ്പാദിക്കും. അതേ അവസരത്തിൽ നമ്മൾ നമ്മളോട് പറയുന്നില്ല എന്ത്? ഇതൊക്കെ അള്ളാഹു എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ എന്നെ എനിക്ക് റൂഹൂദിയ സമയത്ത് തന്നെ എൻ്റെ കാര്യമൊക്കെ അള്ള കണക്കാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തൊഴിലിന് പോയാലും പോയില്ലെങ്കിലും ഒക്കെ അള്ള വിധിച്ചതുപോലെ വരൂ എന്ന് കരുതിയിട്ട് നമ്മളാരും റൂമിൻ്റെ അകത്ത് വാതിലടച്ച് പണിക്ക് പോകാതെ ഇരിക്കുന്നില്ല. അപ്പം റിസ്ഖ് തരണേ അള്ളാഹ് നമ്മൾ ചോദിക്കുന്നതിൻ്റെ കൂടെ
ആ റിസ്ക് കിട്ടാൻ ആവശ്യമായ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള പ്രവർത്തനവും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാ ഞാൻ പറയുന്നത്. ഇനി അതേപോലെ വാഫിനി, എനിക്ക് ആരോഗ്യം തരണേ അല്ലാഹ് നമ്മൾ ചോദിക്കുമ്പോ അതും ചോദിച്ചിട്ട് നമ്മൾ പറയുന്നില്ല അതൊക്കെ അള്ളാഹു മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് എനിക്ക് രോഗവും ആരോഗ്യവും ഒക്കെ പണ്ടേ കണക്കാക്കിയതാണ്, ഇനിയിപ്പോൾ ഞാൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കാറില്ല. മറിച്ച് ആരോഗ്യം തരണേ അല്ലാഹ് പറയുന്ന നമ്മൾ എന്തു ചെയ്യും? ആ ആരോഗ്യമുണ്ടാകാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ശ്രദ്ധിക്കും. സമയത്തിന് ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും, രോഗിയായാൽ മരുന്ന് കഴിക്കും, ചികിത്സിക്കും, ഉറങ്ങും. ഇതൊക്കെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങളാണ്. അതൊക്കെ നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യും. വെറുതെ പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കല അല്ല. ഇനി പറയുന്നൊരു ശ്രദ്ധിക്ക്. അതേ അവസരത്തിൽ അല്ലാഹുമ്മഗ്ഫിർലീ, അല്ലാഹുവേ എൻ്റെ പാപം പൊറുക്കണേന്ന് നമ്മൾ പറയല്ലാതെ റബ്ബ് നമുക്കിടെ പാപം പുറത്ത് കിട്ടണമെങ്കിൽ ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യാറുണ്ടോ? അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ ചെയ്യാറുണ്ടോ? പാപം പൊറുക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹിനോട് പാപമോചന തേട്ടം ഇങ്ങനെ നടത്തണം. ചെയ്തു വരുന്ന പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇനി ഒരിക്കലും പാപം ചെയ്യൂലാന്ന് ദൃഢനിശ്ചയം ചെയ്യണം. ഇനി അവിടുന്ന് അങ്ങോട്ട് നല്ല ജീവിതം ജീവിക്കും വേണം. എങ്കിലേ പാപം പൊറുക്കുള്ളൂ. അത് നമ്മൾ ചെയ്യുമോ? അത് ചെയ്യൂല. അക്കാര്യത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? അല്ലാഹുമ്മഗ്ഫിർലി പ്രാർത്ഥിച്ചു മാത്രം മതിയാക്കി പണിയെടുക്കൂല. ഇനി വർഹംനി, അല്ലാഹുവേ നിന്റെ റഹ്മത്ത് തരണേ, നീ എന്നോട് കാരുണ്യം കാണിക്കണേ. റബ്ബിൻ്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ടി ചോദിച്ചു നിർത്തുന്നു. റബ്ബിൻ്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ അള്ള പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. പ്രധാനപ്പെട്ട കാര്യമാണ് ഖുർആൻ പഠിക്കണം, ഖുർആൻ ഓതണം, അത് പഠിക്കണം, അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഖുർആൻ പറഞ്ഞില്ലേ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നതായാൽ നിങ്ങൾ അതിലേക്ക് കണ്ണും കാതും കൽബും കൊടുത്ത് ശ്രദ്ധിക്കണേ. നിങ്ങൾ മിണ്ടാതിരിക്കണേ. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടാൻ. ഇർഹമൂ മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ. ഇർഹമുക്കും മൻ ഫിസ് സമാ, ഉപരിഭാഗത്തുള്ള അല്ലാഹു നിങ്ങളോടും കരുണ കാണിക്കും. പാവങ്ങളോട് കരുണ കാണിക്കാൻ നമുക്ക് റഹ്മത്ത് കിട്ടാൻ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ ഏതെല്ലാം കാര്യങ്ങൾ അല്ലാഹുവിനോടുള്ള കടമയിലും സൃഷ്ടികളോടുള്ള കടമയിലും നമുക്ക് റഹ്മത്ത് അല്ല തരണമെങ്കിൽ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മൾ ചെയ്യാൻ സന്നദ്ധരാവാതെ കേവലം എന്നോട് റഹ്മത്ത് ചെയ്യണേ അല്ലാ എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചാൽ അതെങ്ങനെ ശരിയാവാനാണ്? മൂന്നാമത്തെ ചോദ്യവും ഇപ്രകാരമാണ്, വഹ്ദിനി, നീ എനിക്ക് ഹിദായത്ത് തരണേ. അവൻ പറഞ്ഞു നമ്മളവിടെ ഇരുന്നാൽ മതിയോ? ഹിദായത്ത് കിട്ടാനുള്ള മാർഗം എന്താണ്? അത് ഇൽമു പഠിക്കണം. ഇൽമു പഠിക്കണമെങ്കിൽ വീട്ടിൽ വെറുതെ ഇരുന്നാൽ പോരാ, ഇൽമുള്ളോടത്ത് പോകണം. അതിനുവേണ്ടി പൈസ ചെലവഴിക്കണം, പഠിക്കണം, അതേപോലെ തന്നെ യാത്ര ചെയ്യണം. അങ്ങനെ കാര്യങ്ങൾ കേൾക്കണം, കേട്ടത് തന്നെ ആവർത്തിച്ച് വായിക്കണം, അത് മനസ്സിലാക്കണം, ചിന്തിക്കണം. അങ്ങനെ നമ്മളെ ഭാഗത്ത് നിന്ന് ഒരുപാട് അധ്വാനം വേണം. അങ്ങനെ ഇൽമു നേടിയാലും പോരാ, ആ നേടിയ ഇൽമു നിലനിർത്താൻ വേണ്ടി നമ്മൾ അല്ലാഹുവോട് ചോദിച്ചാലും പോരാ, അത് നമ്മുടെ പ്രവൃത്തിപരത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അമല് ചെയ്യണം. അപ്പൊ ആദ്യം പറഞ്ഞ 3 കാര്യത്തിനും വേണ്ടി നമ്മൾ ഒന്നും ചെയ്യൂല, വെറുതെ ദ്വായർന്ന് മതിയാക്കും. രണ്ടാമത് പറഞ്ഞ കാര്യത്തിനോ, അത് ദുന്യാവിന്റെ കാര്യമാണ്, ആരോഗ്യവും അതുപോലെ തന്നെ ആഹാരമൊക്കെ, അതിനൊക്കെ വേണ്ടി നമ്മൾ പണിയെടുക്കും. ഈ ഇരട്ടത്താപ്പ് നമുക്ക് പറ്റൂല. ഇത് ഇരട്ടത്താപ്പാണ്, അത് നമ്മൾ ഒഴിവാക്കണം. 5 കാര്യത്തിന് വേണ്ടി ചോദിക്കുമ്പോഴും ആ 5 കാര്യവും നമുക്ക് ലഭിക്കാൻ ആവശ്യമായത് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ ചെയ്തിട്ടാ ചോദിക്കേണ്ടത്. അതല്ലാതെ കേവലം നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഒരു വർക്കും ചെയ്യാതെ കേവല പ്രാർത്ഥന കൊണ്ട് പ്രയോജനം കിട്ടൂല. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പൊതു തത്വമാണ്. നിങ്ങൾ നോക്കുക, ഹദീസിന്റെ തന്നെ ബാക്കി ഭാഗത്ത് പറഞ്ഞില്ലേ, താരിഖ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞില്ലേ, ഒരിക്കൽ ഒരു സഹാബി നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, അള്ളാന്റെ റസൂലേ, ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ചോദിക്കണം, എന്തൊക്കെ എപ്രകാരമാണ് ഞാൻ പറയേണ്ടത് എൻ്റെ റബ്ബിനോട് ചോദിക്കുമ്പോൾ? അപ്പം നബി തങ്ങൾ ഇതെന്നെ പഠിപ്പിച്ചു കൊടുത്തു. ഇതിൽ നിന്ന് ഒരു ഭാഗം ഒഴിവാക്കി. അങ്ങനെ ആരും അതിലെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ഖുൽ അല്ലാഹുമ്മഗ്ഫിർലീ വർഹംനി വആഫിനി വർസുഖ്നി, അതിലും എല്ലാം ഉൾക്കൊണ്ടു. മറ്റേത് കുറച്ച് വഹ്ദിനി എന്നും കൂടി പറഞ്ഞു എന്ന് മാത്രം.
എന്ന് പറഞ്ഞിട്ട് ഫഇന്നഹ ഉലായി പറയുന്ന വാചകങ്ങളൊക്കെ തജ്മഉലക നിനക്ക് ഒരുമിച്ച് കൂട്ടിത്തരും, ദുന്യാക നിന്റെ ഇഹവും വആഖിറതക നിന്റെ പരവും. ദുന്യാവും ആഖിറൊക്കെ നിനക്ക് ഒരുമിച്ച് കിട്ടുന്ന പ്രാർത്ഥനാ വാക്കുകളാണിത്. കാരണം അള്ളാഹുവേ നീ പുറത്തു തരണേ എന്ന് പറഞ്ഞാൽ തന്നെ സ്വർഗം കിട്ടി. ഹിദായത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ സ്വർഗം കിട്ടുമോ? അപ്പം അതിൽ പെട്ടില്ലേ. റഹംനീ കരുണ ചെയ്യണേ, അതിലും തന്നെ റബ്ബിൻ്റെ റഹമത്ത് കിട്ടിയവർക്കല്ലേ ഹിദായത്ത് കിട്ടുള്ളൂ. അപ്പോൾ അതിലും അതുണ്ട്. പിന്നെ വാഫിനി വർസുഖ്നി, അത് നമുക്ക് ദുന്യാവിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള ആഫിയത്ത്, എല്ലാ അർത്ഥത്തിലുമുള്ള നല്ല റിസ്ഖ്. അപ്പം ഈ പ്രാർത്ഥന ദുന്യാവും ആഖിറൊക്കെ നമുക്ക് നേടിത്തരുന്ന പ്രാർത്ഥനയാണ് എന്നാണ്. അപ്പം നിസ്കാരത്തിൻ്റെ അകത്തും നിസ്കാരത്തിൻ്റെ പുറത്തും ഒക്കെ സഹോദരങ്ങളെ നമ്മൾ ഈ ഒരു പ്രാർത്ഥന അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കുക, അറിഞ്ഞുകൊണ്ട് പറയുക. ഈ 5 കാര്യങ്ങളോടും കൂറു പുലർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. എങ്ങനെയാ കൂറു പുലർത്തൽ എന്നുള്ളത് മറന്നു പോകരുത്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ആവർത്തിക്കുന്നില്ല. ചോദിക്കുന്ന കാര്യമെന്തോ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിരിക്കണം. ഇതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. റഹ്മാനായ റബ്ബ് ഏറ്റവും നല്ല നിലക്ക് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അടുത്തൊരു ഹദീസ് കൂടി. വഅൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക റവാഹു മുസ്ലിം. അപ്പം നേരത്തെ പറഞ്ഞ ഹദീസാണത്. അതിൻ്റെ മറ്റൊരു ഭാഗമാണത്, മറ്റൊരു പദപ്രയോഗമാണത്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ സഹാബിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയണം, അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചതെന്നോ പറഞ്ഞതെന്നോ ഒരു ദുആ എന്താണ്? അല്ലാഹുമ്മ അല്ലാഹുവേ മുസർരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുന്ന, തിരിച്ചു കളയുന്ന അല്ലാഹുവേ. സർറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചു കളഞ്ഞു, മാറ്റിമറിച്ചു എന്നൊക്കെയാണ് അർത്ഥം. സർറഫ യുസർരിഫു, മുസർരിഫ്. അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബി, ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന, തിരിച്ചു മറിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവേ. സർരിഫ്, നീ തിരിക്കണമേ, നീ തിരിക്കണമേ. ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ. അലാ ത്വാഅതിക, നിന്നെ ശരിക്കും വഴിപ്പെട്ട് അനുസരിച്ച് ജീവിക്കുന്ന വഴിയിലേക്ക്. ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹനെ അനുസരിക്കുക. അപ്പം അള്ളാഹനെ ശരിക്കും വഴിപ്പെട്ട് ജീവിക്കുന്നൊരു ജീവിതത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തിരിച്ചു വിടണമേ. ഹൃദയങ്ങളെയൊക്കെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവേ. ഞാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയുടെ കാര്യമാണ് ഇപ്പോൾ ഇതിൽ നിങ്ങൾ കേട്ടത്. പറഞ്ഞില്ലേ, ഹിദായത്ത് നിലനിർത്തി കിട്ടണമെങ്കിൽ ലോകത്തൊരുപാട് പ്രയാസമുണ്ട്. ഇവിടെ ഒരുപാട് ഫിത്തനകളാണ്. എപ്പോഴും മനുഷ്യൻ്റെ മനസ്സിങ്ങനെ മാറാം. അതുകൊണ്ടാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്നൊരു പ്രാർത്ഥന വേറുണ്ട്. അതേ ആശയമാണ് ഇതിലുള്ളത്. അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക. അപ്പോൾ ഇതും നമ്മൾ പഠിക്കുക, അർത്ഥം അറിഞ്ഞ് ആശയം അറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഹിദായത്തിൽ ഉറപ്പിച്ച് നിർത്താൻ ഉതകുന്ന പ്രാർത്ഥനയാണത്. തെറ്റിപ്പോകാതിരിക്കാനുള്ള പ്രാർത്ഥനയാണത്. എല്ലാ അർത്ഥത്തിലും വിശ്വാസപരമായും കർമ്മപരമായും ഒക്കെ പഴച്ചു പോകും. വിശ്വാസികൾ പലരും ഉണ്ടാക്കും. ഇതിലൊന്നും പെട്ടുപോകാതെ യഥാർത്ഥ വിശ്വാസിയായി നല്ല സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരായി ജീവിക്കാനുള്ള പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥനയും നമ്മൾ ഒരിക്കലും മറക്കാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല വിധത്തിൽ യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു മരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അവൻ പുറത്തു തരുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.